Today we can study subtraction of expressions. How can we subtract? Okay, for subtracting, we add with the additive inverse of the expression. The same way here. 2x plus 3y minus another expression here 8x plus 5y. How can we subtract? So we change the sign of the second expression and add with the first. So first expression is 2x plus 3y. Okay. ഇനി രണ്ടാമത്തെ എക്സ്പ്രഷൻ്റെ സൈൻ മാറ്റി ആഡ് ചെയ്യണം. അപ്പോൾ എക്സ്പ്രഷൻ്റെ ഓരോ ടേമിൻ്റെയും സൈൻ മാറ്റണം. അപ്പോൾ ഫസ്റ്റ് 8x ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. സൈൻ മാറ്റി ആഡ് ചെയ്യുമ്പം പ്ലസ് നെഗറ്റീവ് 8x എന്നാക്കാം. ഇനി 5y നൗ ഇറ്റ് ഈസ് പോസിറ്റീവ്, സോ ദാറ്റ് ഓൾസോ വി ക്യാൻ ചേഞ്ച് ആസ് minus 5y. Okay, or otherwise we can write as this way 2x plus 3y minus 8x minus 5y. ഇങ്ങനെ എഴുതിയാലും മതി. ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേമിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യും. ദാറ്റ് വേ ഓൾസോ യു ക്യാൻ തിങ്ക്. സോ നൗ ദ ലൈക്ക് ടൈംസ് വി ക്യാൻ ടേക്ക് ഹിയർ 2x ആൻഡ് മൈനസ് 8x. 2 minus 8 negative 6. So negative 6x and 3y and minus 5y. So 3 minus 5 that is negative 2. So minus 2y. So answer is negative 6x minus 2y. Okay, അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. സബ്ട്രാക്ട് ചെയ്യേണ്ട എക്സ്പ്രഷൻ്റെ ഓരോ ടേമിൻ്റെയും സൈൻ മാറ്റി ആഡ് ചെയ്യണം. നമ്മൾ ഇൻറ്റജേഴ്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണത് പോലെ തന്നെ. ഫോർ സബ്ട്രാക്ടിങ് ചേഞ്ച് ദ സൈൻ ആൻഡ് ആഡ്. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ എക്സസൈസ് 9.1 തന്നെ മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 4. There we can see these were the subtraction. So first question, subtract 4a minus 7ab plus 3b plus 12 from 12a minus 9ab plus 5b minus 3. Okay, so ഫസ്റ്റ് എക്സ്പ്രഷൻ ഫ്രം സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എവിടെ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, ഈ എക്സ്പ്രഷനകത്ത് നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ യു റൈറ്റ് ദാറ്റ് എക്സ്പ്രഷൻ ആസ് ഫസ്റ്റ്. സോ 12a minus 9ab plus 5b minus 3. ഓക്കെ, സബ്ട്രാക്ട് 3 ഫ്രം 5 എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഫ്രം പറയുന്ന എക്സ്പ്രഷൻ ആദ്യം എഴുതി മൈനസ്. ഇനി രണ്ടാമത്തെ എക്സ്പ്രഷൻ എഴുതുക. അതിനെ ബ്രാക്കറ്റിനകത്ത് തന്നെ കൊടുക്കണം. ബിക്കോസ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ഓരോ ടേമിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യാനുള്ളത്. സോ 4a minus 7ab plus 3b plus 12. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് എക്സ്പ്രഷനകത്തുള്ള ഓരോ ടേമിൻ്റെയും സൈൻ മാറ്റി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേമിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യും. ദാറ്റ് വേ യു തിങ്ക്. So 12a minus 9ab plus 5b minus 3 the same way. ഇനി 4a ഇപ്പം പോസിറ്റീവ് ആണ്, അത് മൈനസ് 4a എന്നാക്കി. 7ab that is negative, so we can change it as plus 7ab. Then 3b now it is negative positive, so we can change as minus 3b. Then plus 12 minus 12. Okay, so the like terms we can combine. Here a യുടെ ടൈം. സോ ഹിയർ 12a minus 4a. സോ 12 minus 4 that is 8a. ഇനി അടുത്ത ലൈക്ക് ടൈം ഹിയർ എ ബിയുടെ ടൈം മൈനസ് 9ab, ഇവിടെ 7ab. സോ 7 minus 9 എന്ന് ഓർക്കാം. സോ മൈനസ് 2ab. 7 ആൻഡ് നെഗറ്റീവ് 9, സോ നെഗറ്റീവ് 2ab. ദെൻ നെക്സ്റ്റ് വൺ അടുത്ത ലൈക്ക് ടൈം വരുന്നത് ഇവിടെ ബിയുടെ ടൈം 5b ഉണ്ട്, ഇവിടെ മൈനസ് 3b. സോ 5 minus 3, സോ പ്ലസ് 2b. ഇനി വരുന്നത് കോൺസ്റ്റൻറ്റ് ടൈമാണ്. കോൺസ്റ്റൻറ്റ് ടൈമിൽ
here minus 3 and here minus 12. Minus 3 and minus 12, that is minus 15. So answer is 8a minus 2ab plus 2b minus 15. So it is the answer of the first question. Okay, now we can move to the second one. Second one this way, subtract 3xy plus 5yz minus 7zx from 5xy minus 2yz minus 2zx plus 10xyz. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ആദ്യം എഴുതും. ഇതിനകത്തു നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 5xy മൈനസ് 2yz മൈനസ് 2zx. ഇസഡും 2ഉം കൂടെ മാറിപ്പോകരുത്, എഴുതുമ്പം മനസ്സിലാകണ പോലെ എഴുതണം. 2zx then plus 10xyz. ഇതിനകത്തുനിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. സോ മൈനസ് അടുത്ത എക്സ്പ്രഷൻ 3xy പ്ലസ് 5yz മൈനസ് 7zx. ഓക്കെ, xy ഉണ്ട്, yz ഉണ്ട്, zx ഉണ്ട്. അപ്പോൾ ടൈംസ് ഒക്കെ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യും? സോ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 5xy മൈനസ് 2yz മൈനസ് 2zx പ്ലസ് 10xyz. ഓക്കെ, ഇനി സെക്കൻഡ് എക്സ്പ്രഷന് ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷൻ എഴുതാൻ പോവുക. സോ ഓരോ ടൈമിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യണം. 3xy now it is positive, we can change it as negative 3xy. ഇനി 5yz ഇവിടെ പോസിറ്റീവ് ആണ്, അതിനെ നെഗറ്റീവ് ആക്കി മൈനസ് 5yz. ദെൻ നെഗറ്റീവ് 7zx പ്ലസ് 7zx ആക്കി മാറ്റി. ഓക്കെ, ഇസഡും 2ഉം കൂടെ മാറിപ്പോകരുത്. സോ ഇനി നമുക്ക് ലൈക്ക് ടൈംസിനെ കമ്പൈൻ ചെയ്യാം. സോ xyയുടെ ടൈം ദർ 1xy, ഇവിടെ ഒരു മൈനസ് xy ഉണ്ട്. അപ്പോൾ 5xy മൈനസ് 3xy ദാറ്റ് ഈസ് 2xy. ഓക്കെ, പിന്നെ yzൻ്റെ ടൈം ഹിയർ yz, ദെൻ വേറെ yz ഇവിടെ മൈനസ് 5yz. സോ മൈനസ് 2yz ആൻഡ് മൈനസ് 5yz ദാറ്റ് ഈസ് മൈനസ് 7yz. ഓക്കെ, ഇനി നമുക്ക് zxൻ്റെ ടൈം എടുക്കാം. സോ zx ഇവിടെ മൈനസ് 2zx, ഇവിടെ 7zx ദാറ്റ് ഈസ് 7 മൈനസ് 2. 7 മൈനസ് 2 എന്ന് പറയുമ്പം പ്ലസ് 5zx. ഇനി വരുന്നത് xyzൻ്റെ ഒരു ടൈം. ഓക്കെ, അതിന് കമ്പൈൻ ചെയ്യാൻ വേറെ ടൈമില്ല, xyzൻ്റെ ഒരു ടൈം മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് പ്ലസ് 10xyz. സോ ഇറ്റ് ഈസ് ദ ആൻസർ 2xy minus 7yz plus 5zx plus 10xyz. So one more question is there. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So the question is this way, subtract 4p square q minus 3pq plus 5pq square minus 8p plus 7q minus 10 from 18 minus 3p minus 11q plus 5pq minus 2pq square plus 5p square q. Okay, so how many times are there? Okay, no problem. So from കഴിഞ്ഞിട്ട് വരുന്ന എക്സ്പ്രഷൻ ആദ്യം എഴുതാം. സോ 18 മൈനസ് 3p മൈനസ് 11q, ടൈം കൂടുമ്പം സൈനും നമ്പറും ഒന്നും മാറിപ്പോകരുത്, പ്ലസ് 5pq, then minus 2pq square plus 5p square q. അതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. അവിടെ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. സോ സെക്കൻഡ് എക്സ്പ്രഷൻ 4p square q minus 3pq then plus 5pq square minus 8p
plus 7q minus 10. Okay. ഇനി ഓരോ സെക്കൻഡ് ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന ഓരോ ടേമിൻ്റെ സൈൻ മാറ്റിയിട്ട് വീണ്ടും എഴുതണം. ഫസ്റ്റ് എക്സ്പ്രഷൻ അതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് 18 minus 3p minus 11q plus 5pq minus 2pq square plus 5p square q. ഓക്കെ, ഇനി നമ്മൾ സൈൻ മാറ്റാൻ പോവാം. 4p ആദ്യം ഇവിടെ നിന്ന് തുടങ്ങുക. 4p square q പോസിറ്റീവാണ്, അത് നമ്മൾ നെഗറ്റീവ് ആക്കി മൈനസ് 4p square q. അടുത്തത് മൈനസ് 3pq പ്ലസ് 3pq ആക്കി. ഇനി പ്ലസ് 5pq സ്ക്വയർ മൈനസ് 5pq സ്ക്വയർ മൈനസ് 8p പ്ലസ് 8p പ്ലസ് 7q മൈനസ് 7q ദെൻ മൈനസ് 10 പ്ലസ് 10 ആക്കി. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ലൈക്ക് ടൈംസ് കമ്പൈൻ ചെയ്യണം. സോ ദെൻ കോൺസ്റ്റന്റ് ടൈം ആദ്യം നോക്കാം. ഹിയർ 18 and 10, so that is 28. Then in a p യുടെ ടൈം minus 3p and next p യുടെ ടൈം 8p. So 8 minus 3, so that is plus 8 minus 3 5, so 5p. ഇനി qവിൻ്റെ ടൈം, so here 11 minus 11q and minus 7q, minus 11 and minus 7, that is minus 18q. ഓക്കെ, ഇനി pqവിൻ്റെ ടൈം നോക്കാം. pqവിൻ്റെ ടൈം ഹിയർ 5pq and here 3pq, so that is 8pq. ഓക്കെ, ഇനി pq സ്ക്വയറിൻ്റെ ടൈം, pq സ്ക്വയറിൻ്റെ ടൈം ഉണ്ട്, p സ്ക്വയർ qവിൻ്റെ ടൈമും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ആകരുത്. സോ ഇത് pq സ്ക്വയറിൻ്റെ ടൈം മൈനസ് 2pq സ്ക്വയർ, ഇവിടെ മൈനസ് 5pq സ്ക്വയർ, അപ്പോൾ മൈനസ് 2 ആൻഡ് മൈനസ് 5 മൈനസ് 7pq സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് pq സ്ക്വയറിൻ്റെ ടൈം എടുക്കാം. സോ pq സ്ക്വയറിൻ്റെ ടൈം ഹിയർ, സോറി pq സ്ക്വയറിൻ്റെ ടൈം എഴുതി. ഇനി p സ്ക്വയർ q ആണ്, p സ്ക്വയർ q. ഓക്കെ, അവിടെ 5p സ്ക്വയർ q ഉണ്ട്, ഇവിടെ മൈനസ് 4p സ്ക്വയർ q ഉണ്ട്. സോ 5 മൈനസ് 4, 5 മൈനസ് 4 വരുമ്പോൾ 1 അല്ലേ? സോ 1p സ്ക്വയർ q, 1p സ്ക്വയർ q എന്നുള്ളതിന് p സ്ക്വയർ q എന്ന് എഴുതിയാൽ മതി. സോ ദ ലാസ്റ്റ് ആൻസർ ഈസ് ദിസ് വൺ. ഇത്രയാണ് ലാസ്റ്റ് ആൻസർ. 28 പ്ലസ് 5p മൈനസ് 18q പ്ലസ് 8pq മൈനസ് 7pq സ്ക്വയർ പ്ലസ് p സ്ക്വയർ q. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ആൻസർ. സോ ദിസ് വേ നമുക്ക് എത്ര വലിയ എക്സ്പ്രഷൻ ആണെങ്കിലും ഇതുപോലെ ലൈക്ക് ടൈംസ് കമ്പൈൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ദെൻ നൗ you can do any type of this way the addition and subtraction. So the next portion, that is multiplication of expression, that we can do on next class. Okay.